ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറു. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നീട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നീട് വന്നൊരു ഡൗട്ടാണ്, ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, ചേച്ചി എന്താ റിപ്ലൈ തരാത്തതെന്ന്. എനിക്ക് സമയം കിട്ടുമ്പോൾ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. ആരും റിപ്ലൈ തരില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കമൻറ്റിൽ എന്തുണ്ടെങ്കിലും ചോദിച്ചിട്ടാൽ മതി, ഞാൻ മസ്റ്റായിട്ട് റിപ്ലൈ തരും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് സ്പെഷ്യൽ റിസർവേഷൻ റാങ്ക് ലിസ്റ്റിനെ പറ്റിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുന്നു, ഈ റാങ്ക് ലിസ്റ്റിനകത്ത് കുറച്ച് ഒരു 6-7 കാറ്റഗറിയാണുള്ളത്. ഒന്നാമത്തത് ഡിപ്പെൻഡൻറ്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ഓർ മിസ്സിംഗ് ഓർ ഡിസബിൾഡ് ഇൻ ആക്ഷൻ. രണ്ടാമത്തത് ഡിഫൻസ് പേഴ്സണൽ ഡൈഡ് ഇൻ ഹാർഡ്നസ്. മൂന്നാമത്തത് വാർഡ്സ് ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ. നാലാമത്തത് സൺ ഓർ ഡോട്ടർ ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ. അഞ്ചാമത്തത് സർവീസിംഗ് ഡിഫൻസ് ക്വാട്ട. ആറാമത്തത് എക്സ് സർവീസ് ക്വാട്ട. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അപ്പോൾ എക്സ് സർവീസ് ക്വാട്ട എടുക്കുകയാണെങ്കിൽ അച്ഛനോ അമ്മയോ മുന്നേ സർവീസിലുണ്ടെങ്കിൽ ഇൻ കേസ് അതായിരിക്കാം. അപ്പോൾ അതിൽ വരുന്ന കുട്ടികളുടെ അതിലെത്ര കുട്ടികൾ വരുന്നോ അവരിൽ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്ക് ആർക്കാണോ ആ കുട്ടികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഇൻഡെക്സ് മാർക്ക് ആർക്കാണോ കൂടുതൽ അതിലായിരിക്കും. അതായത് നേരത്തെ LBS പോലെ തന്നെ LBSനകത്ത് ഇൻഡെക്സ് മാർക്ക് ആർക്കായിരുന്നു അവർക്കായിരിക്കുമല്ലോ റാങ്ക്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും 1, 2, 3 ഈ ഓരോ സാധനങ്ങളിലും ഇൻഡെക്സ് മാർക്ക് ഏത് കുട്ടികൾക്കാണോ കൂടുതൽ അവരായിരിക്കും ആദ്യം റാങ്ക് വരുന്നത്. ഒരേപോലെ ഇൻഡെക്സ് മാർക്ക് വരുന്ന കുട്ടികൾക്ക് LBSൻ്റെ രീതിയിൽ എങ്ങനെയായിരുന്നു റാങ്ക് കൊടുത്തിരുന്നത് അതേ രീതി തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്യുന്നത്. അതേ മെത്തേഡ് തന്നെയാണ്. ഇപ്പം ഒരേ മാർക്ക് വരുന്നവർക്ക് ഇപ്പം ബയോളജിയുടെ മാർക്ക് നോക്കാം, അല്ലെ +1ൻ്റെ മാർക്ക് നോക്കുന്നുണ്ട്, അല്ലെ അതർ സബ്ജക്റ്റിൻ്റെ മാർക്ക് നോക്കുന്നുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാറ്റഗറിയിലോ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കയറി ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കുറേ പേര് കാണുന്നുണ്ട്, അവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമാണ് ദയവേത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ചില കുട്ടികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടാണ് കമൻറ്റിന് റിപ്ലൈ തരാത്തത്. ഒന്നാമത്തെ കാര്യം, ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് ഞാനതാ പറഞ്ഞത്, അത് ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ റിപ്ലൈ കൊടുക്കും. പക്ഷേ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു മാർക്ക് തന്നിട്ട് ഇത് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പം അറിയില്ലെങ്കിൽ ആ ഒരു മാർക്കിന് ഇപ്പോൾ ഒരു 220 കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മാർക്കിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് വെറുതെ കിട്ടും അല്ലെ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആകുന്നത് നിങ്ങൾക്ക് കമൻറ്റ് വരാൻ. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാരണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് റിപ്ലൈ തരാതിരിക്കുന്നതല്ല കമൻറ്റിന്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് കൂടുതൽ, അതായത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടിന് ഞാനൊരു സത്യസന്ധമായിട്ടുള്ള റിപ്ലൈ തരണമല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് എന്താണ് വരുന്നത്, അല്ലെ ഇപ്പോൾ ഏത് പ്രൈവറ്റ് കോളേജിലാണ് കുറച്ച് ഡൊണേഷൻ കുറവുള്ളത്, അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.